നമസ്കാരമുണ്ട്. കേരള മഹാത്മ്യമാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ മുന്നണി രാഷ്ട്രീയമാണല്ലോ കേരളത്തിൻ്റെ മുഖമുദ്ര. ഏതാണ്ട് അരനൂറ്റാണ്ടായി മുന്നണി രാഷ്ട്രീയത്തിലാണല്ലോ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കറങ്ങി നടക്കുന്നത്. ഒന്നുകിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ ഐക്യമുന്നണി. ഇതിൽ നിന്നൊരു മോചനം എന്താണെന്ന് കരുതി സങ്കടപ്പെടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. Go together and face this election. So we had a detailed discussion about the policies and programs. So we have reached in a consensus that we will face together in all fronts, in economic policy and agriculture, education, and in all fields, sectors. We are having the same view and opinion. So we have decided to go together and face this election. Regarding the seat sharing and other details, we will continue the discussions. The other more parties are also, we are discussing the matter with them. The Kerala Congress PC Joseph Group is there, and LJP, Lok Janata Party, Lok Shakti Janata Party, and other all organizations, Kerala Vikas Party, Vikas Congress. So many other political parties are also there. പറയുന്നത് കേട്ടാ തോന്നും ഇത് കൊല്ലത്ത് പുതിയ ഏർപ്പാടാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിനു മുമ്പും BJPയുടെ പേരിൽ ഇവിടെ മുന്നണി ഉണ്ടായിട്ടുണ്ട്. കേരള വികാസ് പാർട്ടിയും ലോക ജനശക്തിയും അന്നും ഉണ്ടായിരുന്നു. ഇതാ ഇപ്പൊ ചില ഘടകകക്ഷികൾ കൂടി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. വിശദമായ ചർച്ചകൾക്ക് ശേഷം ഏകപക്ഷീയമായി JSS NDAയുടെ സഖ്യകക്ഷിയായി ചേരണമെന്നാണ് തീരുമാനം. ഇത് ചെറുത്. വലിയ ഘടകകക്ഷി വേറെയുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ഘടകകക്ഷി. അതിൻ്റെ മുന്നിൽ BJP ഒക്കെ വളരെ ചെറുത്. അവസരത്തിനൊത്ത് വാദിക്കാൻ കഴിവുള്ള നേതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന പാർട്ടി. അവസരത്തിനൊത്ത മുദ്രാവാക്യങ്ങളും അവസരത്തിനൊത്തുള്ള ചിന്തകളും പ്രായോഗിക ചിന്തകളുമാണ് വേണ്ടത്. നമുക്ക് ഒരു പാർട്ടിയായിട്ടും ഐക്യം ഇല്ല. പിന്നെ ഇത് ആരുമായിട്ടെല്ലാം എങ്ങനെയെല്ലാം യോജിച്ച് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ആരുമായിട്ട് ചേരണം എന്നുള്ളതിനെ പറ്റി ഇതിൻ്റെ ഉപരി കമ്മിറ്റി ഒരെണ്ണമുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വിലപേശലിൽ സ്വാഭാവികമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഏതായാലും ഇതൊക്കെ മുന്നണിയുടെ നായക കക്ഷി നേതാക്കൾക്ക് നന്നായിട്ടറിയാം. നല്ല ബന്ധമാണ് ആ പ്രസ്ഥാനമായിട്ടുള്ളത്. ചർച്ചകൾ, പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയതാണ്. പക്ഷേ ആ ചർച്ച ഇനിയും മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സഖ്യത്തിന് BJP തയ്യാറാണ്, അവരെ അറിയിച്ചിട്ടുണ്ട്. സഖ്യത്തിൽ വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ചർച്ച തന്നെ. LDFിലും UDFിലും നടന്നതുപോലെ ചർച്ചയോട് ചർച്ച. BDJSനെ സംബന്ധിച്ചിടത്തോളം പുതിയ രാഷ്ട്രീയ കക്ഷിയാണ്. ബാക്കി ഘടകകക്ഷികളും പുതിയ രാഷ്ട്രീയ കക്ഷികളാണ്. അപ്പോൾ NDA എന്നുള്ള ഒരു രാഷ്ട്രീയ മുന്നണി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ഇത്ര ശക്തമായ ഒരു ബഹുജന അടിത്തറ കെട്ടിപ്പടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ആദ്യത്തെ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് BDJSുമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നത്. ഇനി മറ്റ് ഘടകകക്ഷികൾ ആയിട്ടുള്ള ഈ NDAയിലുള്ള ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ നടക്കണം. പല ഘടകകക്ഷികളും ചിലപ്പോൾ ഒരേ സീറ്റുകൾ തന്നെ ആവശ്യപ്പെട്ടേക്കാം. അത് അവരുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയും തുഷാർ വെള്ളാപ്പള്ളി എന്ന നേതാവും ഉണ്ടായപ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ NDAക്ക് ഒരു മേൽവിലാസമുണ്ടായത്. ആ സനാതന സത്യത്തിൻ്റെ അകമ്പൊരുളുകളിലേക്ക് നമുക്കൊന്നെത്തി നോക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ പാർട്ടി എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയാലോ? അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഉണ്ടായ പാർട്ടിയാണിത്. വോട്ടിനിട്ടിൽ 4 പേരൊഴിച്ച് ബാക്കിയെല്ലാം ഏതാണ്ട് 500-നടുത്ത ആളുകൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം, ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ സഹകരണത്തോടുകൂടി
അവരെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് സംവാദം നടത്തി അവർക്കും എല്ലാം കൂടെ തൃപ്തികരമായ രീതിയിലേക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് നടത്തുവാനുള്ള അവകാശം നിങ്ങൾ യോഗം കൗൺസിലിൽ ആദറൈസ് ചെയ്യുക എന്ന ഒരു നിലപാട് വന്നു. ആ നിലപാടിനെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പന്ത് ഇപ്പോൾ നിൽക്കുന്നത് SNDP യോഗം കൗൺസിലിൻ്റെ കയ്യിലാണ്. അങ്ങനെയൊരു യോഗമുണ്ടെങ്കിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ആദ്യം വടക്കോട്ട് പോയി കാസർഗോഡും മഞ്ചേശ്വരവും കടന്ന് മധുർ ക്ഷേത്രത്തിൽ പോയി പാർട്ടി നിർമ്മാണ പൂജ നടത്തി. കൊടുമല ഗണപതി കോട്ടക്കൽ ഗണപതി തകു കൊടുമല ഗണപതി ധിമിക്ക് ധിമിക്ക് ധിമി കോട്ടക്കൽ ഗണപതി തകു കൊടുമല ഗണപതി ധിമിക്ക് ധിമിക്ക് ധിമി കോട്ടക്കൽ ഗണപതി കൂടുമാറും മയിലേ കുയിലേ കളികളിയോ. അവിടെ അപ്പോൾ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടായി. BJPയുടെ അന്നത്തെ പ്രസിഡന്റ് മുരളീധരൻ അതേ ക്ഷേത്രത്തിൽ അതേ സമയത്ത് അതിൻ്റെ മുറ്റത്ത് ചുറ്റിക്കളിക്കുന്നത് കണ്ടവരുണ്ട്. പക്ഷേ അതെന്തിനാണെന്ന് ജനറൽ സെക്രട്ടറിക്ക് അറിയില്ല. എനിക്കറിയില്ല, അതേ അമ്പലത്തിൽ നിന്ന് തൊഴാനായിരിക്കും, ഭക്തനായിട്ട് വന്നതാണ്. ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് അങ്ങും ഇങ്ങും വണങ്ങുക എന്ന ആ ഒരു സംസ്കാരം, ഭാരത സംസ്കാരം ഉണ്ടല്ലോ, അത് അങ്ങും ഇങ്ങും നടത്തി, അത്രമാത്രം. അങ്ങനെ BJP പ്രസിഡന്റിൻ്റെ അനുഗ്രഹാശിസുകളില്ലാതെ മതാചാര്യന്മാരുടെ അനുഗ്രഹം വാങ്ങി ജനറൽ സെക്രട്ടറി നേരെ തെക്കോട്ട് വെച്ച് പിടിച്ചു. ഈ മഹായാത്രയുടെ മുന്നേറ്റത്തിന്റെ അടയാളമുദ്രയായ പതാക അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാടിൽ നിന്ന് സമാധാനായ ഈ മുഹൂർത്തത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആരാധ്യനായ ജനറൽ സെക്രട്ടറി യാത്രാ പ്രഖ്യാപനം നിർവഹിക്കുകയാണ്. ഇവിടെ അങ്ങനെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സാമുദായിക നേതാക്കളെയും കൂട്ടി ജനറൽ സെക്രട്ടറി തെക്കോട്ട് പോയപ്പോൾ പിണറായി മുതൽ MMSN വരെയുള്ളവർ അതിലൊരു ദുഷ്ലാക്ക് കണ്ടു. RSSന്റെ പണം RSS അജണ്ട അനുസരിച്ച് രൂപീകരിക്കുന്ന പാർട്ടിയുടെ ശക്തിപ്പെടലിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ SNDPയുടെ പൊടി അങ്ങ് താഴെ വെക്കലാണ്. ഇതുമായിട്ട് ഇനി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയലാണ്. സംഘപരിവാറിൻ്റെ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മ വിരുദ്ധ ജാഥയായി ഇത് മാറുകയാണ്. ഇനിയെങ്കിലും തെറ്റ് തിരുത്തി ഈ സംരംഭത്തിൽ നിന്നും പിന്തിരിയാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകണം. RSS നടത്തുന്ന യാത്രക്ക് വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തി സമത്വ മുന്നേറ്റ യാത്ര എന്ന പേര് നൽകിക്കൊണ്ട് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് സാമുദായിക സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗുരുദേവന്റെ ആ വലിയ ദർശനം, വലിയ കാഴ്ചപ്പാട്, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ആ പ്രവർത്തനങ്ങളെ കേരളീയ സമൂഹം തള്ളിക്കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ജനങ്ങളിൽ ജാതീയതയും വർഗീയതയും വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തെയും കേരള സമൂഹം, പ്രത്യേകിച്ച് ശ്രീനാരായണീയർ അംഗീകരിക്കില്ല.
എന്നാൽ ആക്രമിക്കുന്നതിൽ വിദഗ്ധൻ പുന്നപ്ര വയലാറിലും സർസിപിയുടെ പട്ടാളത്തെയും എതിരിട്ട അച്യുതൻ സഖാവ് തന്നെയാണെന്ന് ഇക്കുറിയും തെളിഞ്ഞു. മുന്നേറ്റ സംഘം, നടേശന്റെ സംഘം ശംഖുമുഖത്തുനിന്ന് ജലസമാധിയിലേക്ക് എത്താനാണ് പോകുന്നത്. അതിങ്ങ് ആറ്റിങ്ങലെത്തുമ്പോഴേക്ക് മിസ്റ്റർ നടേശന്റെ രൂപം നിക്കറും വെള്ളയുടുപ്പുമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ജനറൽ സെക്രട്ടറി ഇത് കേട്ട് ചൊടിച്ചു എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പഴയകാല തൊഴിലുകളും ഓർമ്മകളും അദ്ദേഹം സ്മരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ വയറുള്ള എനിക്ക് നിക്കർ ചേരുമോ ഇല്ലയോ എന്ന് അദ്ദേഹം തന്നെ ഈ സൈസിൽ തയ്ച്ച് തരുവാൻ അദ്ദേഹത്തിന്റെ പ്രായം അനുവദിക്കുന്നുണ്ടോ അതനുസരിച്ച് തന്നെ കൈയും കാലും വർക്ക് ചെയ്യാതെ കണ്ണും വർക്ക് ചെയ്യാതെ അത് തയ്ച്ചു തരാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് സാധിക്കുമോ ഇല്ലയോ എന്ന് അദ്ദേഹം ചിന്തിക്കട്ടെ. എന്നാൽ ഇതിനെല്ലാം ഇടയിലും ജനറൽ സെക്രട്ടറിക്ക് കേന്ദ്രത്തിൽ നിന്നൊരു പിന്തുണ കിട്ടി എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. വെള്ളാപ്പള്ളി കേരളത്തിലെ ഒരു വലിയ സമുദായ നേതാവാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് പിന്നിലുണ്ട്. അദ്ദേഹം സമത്വത്തിന് വേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ്. വലിയൊരു കാര്യമാണ്, നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതാ. എന്തായിട്ടെന്താ, രാഷ്ട്രീയ കുട്ടികൾ വരെ ജനറൽ സെക്രട്ടറിയുടെ ഹിന്ദു ജാഗരണത്തിന് എതിരായിരുന്നു. ആ സമത്വ മുന്നേറ്റ യാത്ര കേരളത്തിൽ ഒരു വിലാപ യാത്രയായി മാറും എന്ന കാര്യത്തിൽ KSUവിന് യാതൊരു സംശയവുമില്ല. SNDPയെ ഇത്തരത്തിൽ RSSന്റെ ബി ടീമാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രചരണ പരിപാടികൾ KSU ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്നാൽ ആക്രമണം എന്താണെന്ന് അച്യുതൻ സഖാവ് കാണിച്ചു കൊടുത്തു. അത് കാണാം ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ ആയുധം കൊണ്ടൊന്നുമല്ല അച്യുതാനന്ദൻ സഖാവ് യോഗം ജനറൽ സെക്രട്ടറിയെ ആക്രമിച്ചത്. അതൊരു കനത്ത ആയുധം തന്നെ ആയിരുന്നു. മൈക്രോ ഫിനാൻസ് എന്ന പേരിൽ ഒരു ഫണ്ട് അയാൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 2-3 ലക്ഷത്തോളം സഹോദരിമാരെയും അമ്മമാരെയും നഗ്നമായി ചതിക്കുകയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അവർ തന്നെ അവരെ 5% പലിശയിൽ കൂടുതൽ വാങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളതിനെ ഇയാൾ 18% പലിശയാണ് വാങ്ങുന്നത്. ശാഖായോഗം സെക്രട്ടറിമാർ വഴി അത് മാസം തോറും കളക്ട് ചെയ്യും. എന്നിട്ടോ പിന്നോക്ക സമുദായ കോർപ്പറേഷനോ അവിടെ നിന്ന് 5 കോടി മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5000 കോടി രൂപയാണ് ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് വാങ്ങി. അങ്ങനെയുള്ളൊരു ആയുധം കൊണ്ട് ആക്രമണം വന്നപ്പോൾ ഇങ്ങനെയുള്ളൊരു ആയുധം കൊണ്ടാണ് ജനറൽ സെക്രട്ടറി തിരിച്ചടിച്ചത്. എൻ്റെ സഹോദരിമാരുടെ ആർക്കെങ്കിലും 5 പൈസ ഞാൻ മേടിച്ചിട്ടുണ്ടെന്നും അതും അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് രവീന്ദ്രൻ മേടിച്ച് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറ്റിച്ച് അന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറ്റിച്ചെന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ ആത്മഹൂതി ചെയ്യാം. തെളിവ് അതാണല്ലോ പ്രധാനം. അത് ഹാജരാക്കാനും ആളുകളുണ്ടായി. വമ്പന്മാർക്കെതിരെ വൻ തെളിവുകൾ ഹാജരാക്കാൻ കെൽപ്പുള്ള വമ്പൻ സ്രാവുകൾ. പിന്നോക്ക വികസന കോർപ്പറേഷൻ 4% കിട്ടുന്ന പൈസ പോലും 16% കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന പൈസ സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുപോയി പോകുന്നു. ബാങ്കുകളിൽ നിന്നും വാങ്ങിക്കുന്ന പൈസ 10-12% കിട്ടുന്ന പൈസയും കൊടുക്കുന്ന 18% കൊടുക്കുന്നത്. അതിന്റെ കിട്ടുന്ന ഡിഫറൻസ് എവിടെ പോകുന്നു? ഇതൊരു മൈക്രോ ഫൈനാൻസിന്റെ പേരിൽ നടത്തുന്ന വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. അടൂർ SNDP യൂണിയനിൽ
6 കോടി രൂപയുടെ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് വെള്ളാപ്പള്ളിനെതിരായിട്ട് അവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിൽ കേസ് എടുത്തിട്ടില്ല, ഇതുവരെ അന്വേഷണമായിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി SND ഇതാണ് അടൂർ SNDP യൂണിയനിൽ കൊടുത്തിരിക്കുന്ന പരാതി. ഇതിനകത്തെ ശാഖക്കാരെ അടച്ച ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇതിനകത്തെ രസീതുകളുണ്ട്. ഈ പാലം കുലുങ്ങിയാതൊന്നും കുലുങ്ങുന്ന കേരളനല്ല യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി. കേരളം മുഴുവനും ശത്രുക്കളുണ്ടായപ്പോൾ അങ്ങേരെ നേരെ വടക്കോട്ട് പറഞ്ഞു, ഡൽഹിയിലേക്ക്. എന്നിട്ട് അവിടെ വേറെ ബന്ധുക്കളെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഇവിടെ ഒരു പുതിയ പാർട്ടി ഉണ്ടായത്. തെക്കൻ കേരളത്തിലെ ഈഴവർക്കും വടക്കൻ കേരളത്തിലെ തീയർക്കും വേണ്ടി ഒരു പുതിയ പാർട്ടി. ഇങ്ങനൊരു പാർട്ടിയുടെ ഭാവിയെയും വളർച്ചയെയും കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് അത് തീർത്തു തരും. യുവജനങ്ങളുടെ ഹൃദയധമനികളിൽ ആവേശത്തിന്റെ തിരയാട്ടം സൃഷ്ടിച്ച നേതാവ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ കഴിഞ്ഞ മാസം 23-ാം തീയതി കാസർഗോഡ് നിന്ന് ഈ റാലി തുടങ്ങുമ്പോൾ ആ റാലി തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടെ കൃഷ്ണപ്പരന്ത് നമ്മുടെ വേദിക്ക് മുകളിൽ വരികയും അതിനുശേഷം അവിടെ ചെറിയ ഒരു മഴ പെയ്തുകൊണ്ട് വലിയ ഒരു അനുഗ്രഹത്തോടു കൂടെയാണ് നമ്മൾ ഈ റാലി തുടങ്ങിയുണ്ടായി. നമ്മളെല്ലാം വിശ്വാസികളാണ്, അതുകൊണ്ട് തന്നെ ഈ മഴ നമ്മുടെ അനുഗ്രഹത്തിന്റെ മഴയാണ്. പോരെങ്കിൽ പ്രശ്നം വെച്ചും നോക്കാം. ഞാൻ ഒരു പുരോഹിതനാണ്, അതുകൊണ്ട് തന്നെ പറയുന്നു, എന്റെ കർത്തവ്യം ഞാൻ ഒരുപാട് ആലോചിച്ചു, ഒരുപാട് പ്രശ്നം വെച്ച് നോക്കി, എന്നിട്ടും എനിക്ക് ബോധ്യമായത് ഇത് ഈശ്വര നിയോഗം തന്നെയാണ് എന്ന് പറയാൻ ശ്രമിക്കാം. അങ്ങനെയാണ് നാട്ടാരെ ഇവിടെ പുതിയ പാർട്ടി ഉണ്ടായത്. അച്ഛൻ മകനു വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി, യോഗം സമുദായത്തിനു വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി. എന്തായാലും പല ജാതി പാർട്ടികൾ ചേർന്ന മുന്നണികൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യം പാർട്ടി ഉണ്ടാക്കി പിന്നെ മുന്നണി ഉണ്ടാക്കുന്നത് ആദ്യമായി കാണുകയാണ്. ഇതാണ് മോനെ ജനറൽ സെക്രട്ടറിയുടെ ബുദ്ധി. എങ്ങനെയുണ്ട്? ഇത് താണ്ട കേരളം. നമസ്കാരണ്ടേ. കൊടുമല ഗണപതി കോട്ടക്കൽ ഗണപതി തകുക്കു കൊടുമല ഗണപതി ധിമിക്കി ധിമിക്കി ധിമി കോട്ടക്കൽ ഗണപതി തകുക്കു കൊടുമല ഗണപതി ധിമിക്കി ധിമിക്കി ധിമി കോട്ടക്കൽ ഗണപതി കൂടുമാറും മയിലേ കുയിലേ കളികളിയോ